നമസ്കാരം. അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്ന രണ്ട് അധിനിവേശ ശക്തികളാണ് അമേരിക്കയും ഇസ്രയേലും. ഇത് ചരിത്രം ആവർത്തിച്ച് തെളിയിക്കുകയാണ്. പശ്ചിമേഷ്യയെ ഒന്നാകെ ചോരക്കടലിലാക്കിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആഗോള സമവാക്യങ്ങളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കപട സൗഹൃദം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ സഖ്യകക്ഷിയായ അമേരിക്കയെ തനിക്ക് മാത്രമേ നിയന്ത്രിക്കാനാകൂ എന്ന് വർഷങ്ങളായി ഇസ്രായേൽ ജനതയ്ക്ക് മുന്നിൽ വീമ്പു പറഞ്ഞിരുന്ന നെതന്യാഹുവിന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ പിച്ചിച്ചീന്തപ്പെട്ടത്. തന്റെ രണ്ടാം വരവിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സമാധാന ദൂതനായി സ്വയം ചമയാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രക്ഷകനായിട്ടാണ് മുൻപ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും ട്രംപിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ വിജയങ്ങൾക്കും മുന്നിൽ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ പോലും മാറ്റി നിർത്തപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ മറ്റൊരു സത്യം ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക കരാറാണ് ഈ രണ്ട് യുദ്ധ കൊതിയന്മാരായ നേതാക്കൾക്കിടയിലും പെട്ടെന്നൊരു വിള്ളലുണ്ടാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിച്ച അമേരിക്ക ഇറാൻ കരാറിനെ തന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ട്രംപിനുള്ള ആഗ്രഹം. എന്നാൽ നെതന്യാഹു ഈ ചോരക്കളിയിലേക്ക് ഇറങ്ങിയത് ഇറാന്റെ പൗരോഹിത്യ നേതൃത്വത്തെ പൂർണ്ണമായും തകർത്തെറിയുവാനും അവിടെ ആണവ മിസൈൽ പദ്ധതികളെ അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ ഇല്ലാതാക്കാനുമുള്ള കടുത്ത അധിനിവേശ ലക്ഷ്യങ്ങളോടെയായിരുന്നു. ഈ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ ഇറാന്റെ തന്ത്രപരമായ കരുത്തിനെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കരാറിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നതാണ് നെതന്യാഹുവിനെ കടുത്ത നിരാശയിലാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനികപരമായ അഹങ്കാരങ്ങളെ ഒതുക്കുവാനും ഇറാനെ അവരുടെ പ്രധാന ലിവറേജ് സ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ അനുവദിക്കുവാനും മാത്രമാണ് ഈ കരാർ ഉപകരിക്കുക എന്നത് ഇസ്രായേൽ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ലെബനിലെ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ നരഹത്യകൾ ട്രംപിനെ പോലും ചൊടിപ്പിച്ചു. അമേരിക്ക ഇറാൻ കരാർ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായ വ്യോമാക്രമണം കരാറിനെ തന്നെ പാളം തെറ്റിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇത് ട്രംപിൽ നിന്നും നെതന്യാഹുവിന് അസാധാരണമാംവിധം കടുത്ത ശാസന നേരിടാൻ കാരണമായി മാറി. എന്തിനാണ് ബിബി ഈ സമയത്ത് ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയത്? എനിക്ക് കടുത്ത ദേഷ്യം അങ്ങ് വന്നു. അദ്ദേഹം ഒരു വിവേകവുമില്ല എന്ന് ഞാൻ അറിയിച്ചു. അദ്ദേഹത്തിന് യാതൊരു വിവേകവുമില്ല എന്നാണ് ട്രംപ് പരസ്യമായി പ്രതികരിച്ചത്. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തലവനെ പരസ്യമായി അപമാനിക്കാൻ ട്രംപിന് യാതൊരു മടിയുമില്ല എന്നത് അമേരിക്കയുടെ ആധിപത്യ മനോഭാവത്തെയാണ് തുറന്നു കാണിക്കുന്നത്. ലെബനൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ തങ്ങളുടെ യുദ്ധക്കളമാക്കി മാറ്റിയ ഇസ്രായേലിന്റെ നടപടികൾക്കുമേൽ നിയന്ത്രണം കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുന്നത് തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ മാസം ആദ്യം നടന്ന കടുത്ത ഒരു ഫോൺ കോളിൽ നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇറാനുമായി ഒരു കരാറിലെത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തരുത് എന്ന് കർശനമായി താക്കീത് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ അഹങ്കാരത്തിന് മുന്നിൽ പൂർണ്ണമായും വഴങ്ങാൻ നെതന്യാഹു തയ്യാറായിരുന്നില്ല. താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവെച്ചില്ലെങ്കിലും കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ബെയ്റൂട്ടിന്റെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ വീണ്ടും എന്ത് ചെയ്തു? കടുത്ത ബോംബാക്രമണം നടത്തി. ഇത് ഇറാന്റെ ശക്തമായ മിസൈൽ തിരിച്ചടിക്ക് കാരണമാവുകയും ട്രംപിനെ കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുകയും ചെയ്തു. ഏതായാലും ലെബനിലെ ഇസ്രായേൽ സൈന്യം 10,000-കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയെന്ന് ട്രംപ് ആരോപിക്കുമ്പോഴും അതിനെല്ലാം പിന്നിൽ അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചുവെക്കുകയാണ്. ഞാനില്ലാതെ ഇസ്രായേൽ ഉണ്ടാകില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന അമേരിക്കയുടെ അന്ധമായ അഹങ്കാരത്തിന്റെ വ്യക്തമായ തെളിവാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ പരസ്യ ശാസനയ്ക്ക് മുന്നിലും ഇസ്രായേലിന്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമം. ഇസ്രായേലിന്റെ സുരക്ഷാ തീരുമാനങ്ങൾ തന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇടക്കാല കരാർ 60 ദിവസത്തെ ചർച്ചാ കാലയളവാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ കൂടുതൽ തന്ത്രപ്രധാനമായ ആഗോള ഒത്തുതീർപ്പിലെത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ കരാറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സൈനിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നിർത്താൻ കരാർ വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ്. എന്തായാലും ഇത് ഇസ്രായേലിന്റെ അധിനിവേശ സ്വപ്നങ്ങൾക്കേറ്റ കടുത്ത പ്രഹരമാണ്. ഈ കരാറിനെ കുറിച്ച് ഇസ്രായേൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയാണുള്ളത്. ഇസ്രായേലിന്റെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചാ അജണ്ടയിലില്ല എന്നതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.